നമസ്കാരം. അപ്പോൾ ഞാൻ ഇന്ന് പറയാൻ പോകുന്നത് ഇന്നത്തെ എപ്പിസോഡിൻ്റെ സ്റ്റോറി കേട്ടോ. അങ്ങനെ ആദ്യം തന്നെ കാണിക്കുന്നത് രേവതിക്കുട്ടിയും ഗ്രേസമ്മയും കൂടെ ഇങ്ങനെ മുറ്റത്ത് പട്ടിക്കൊക്കെ ഭക്ഷണം കൊടുത്തുകൊണ്ട് നിൽക്കുന്ന സമയത്താണ് ഒരു ഓട്ടോ അങ്ങോട്ടേക്ക് വരുന്നത് കാണുന്നത് കേട്ടോ. അപ്പോൾ ഇവരാകെ സംശയത്തിൽ ഇങ്ങനെ നോക്കി നിൽക്കുകയാണ്, ആരാണിപ്പോൾ വരുന്നത് എന്നുള്ള രീതിയിൽ ഇങ്ങനെ സംശയിച്ച് നോക്കി നിൽക്കുകയാണ്. ആ സമയത്ത് മനസ്സിലാവുന്നുണ്ട് അതിൽ നിന്ന് ഇറങ്ങുന്നത് അലീന കേട്ടോ. അലീന അത് കണ്ടതും രേവതിക്കുട്ടിയുടെ കിളി പോയ മട്ടിൽ ഇങ്ങനെ ആകെ അമ്പരപ്പ് മാറാതെ ഇങ്ങനെ നിൽക്കുകയാണ്. ഗ്രേസമ്മയ്ക്കാണെങ്കിൽ ഭയങ്കര സന്തോഷം, അലീനയാണല്ലോ എന്ന് കണ്ടപ്പോൾ അലീനയെ ഭയങ്കര ഇഷ്ടമാണ്. രേവതിക്കുട്ടിയെ കൊണ്ടുവന്നതൊക്കെ അലീനയല്ലേ, അപ്പോൾ ഭയങ്കര സന്തോഷം. രേവതിക്കുട്ടിയാണെങ്കിൽ അമ്പരപ്പ് മാറുന്നേ ഇല്ല കേട്ടോ. അപ്പോൾ ഗ്രേസമ്മ പറയുന്നുണ്ട്, ഇതേ ആരാ വന്നേ നോക്കിയെന്ന് പറയുമ്പോഴാണ് രേവതി വീണ്ടും ഒന്ന് ശരിക്കും ഓർമ്മയിലേക്ക് ഇങ്ങനെ വരുന്നത് പോലെ കേട്ടോ. അപ്പോൾ അവിടെ നിന്ന് തുള്ളിച്ചാടാൻ, ദേ എൻ്റെ ചേച്ചി വന്നേ, അലീന ചേച്ചി വന്നേ എന്നും പറഞ്ഞുകൊണ്ട് രേവതിക്കുട്ടിയാണെങ്കിൽ അവിടെ നിന്ന് തുള്ളി ചാടിക്കൊണ്ട് നിൽക്കുക കേട്ടോ. അപ്പോൾ അലീന ഇങ്ങനെ നോക്കി ചിരിച്ചുകൊണ്ട് നിൽക്കുന്നുണ്ട്. ആ സമയത്ത് അലീന ഓട്ടോക്കാരന് കാശ് കൊടുത്തുകൊണ്ട് നിൽക്കുന്ന സമയത്ത് രേവതിക്കുട്ടി കയ്യിലുണ്ടായിരുന്ന ആ പട്ടിക്ക് ഭക്ഷണം കൊടുക്കുന്ന പാത്രമാണ് അതവിടെ താഴെ ഇട്ടുകൊണ്ട് ഓടി ചെല്ലുകയാണ് അലീനയുടെ അടുത്തേക്ക്. എന്നിട്ട് അലീന ഇങ്ങനെ കെട്ടിപ്പിടിക്കുക കേട്ടോ. കാശ് കൊടുക്കാൻ പോലും സമ്മതിക്കുന്നില്ല. എടി വിടടി, ഞാൻ ഈ ഓട്ടോ കാശ് ഒന്ന് കൊടുക്കട്ടെടി എന്ന് പറയുമ്പോൾ വീണ്ടും ഇറുകെ കെട്ടിപ്പിടിക്കുക കേട്ടോ. എൻ്റെ ചേച്ചി എന്നും പറഞ്ഞുകൊണ്ട് കെട്ടിപ്പിടിക്കുകയാണ്. ഭയങ്കര സന്തോഷമാണ് രേവതിക്കുട്ടിക്ക്. അലീനയെ പ്രതീക്ഷിച്ചിട്ടേ ഇല്ലല്ലോ, ഇങ്ങനെ വരുമെന്ന് ഓർത്തതേ ഇല്ലല്ലോ. അപ്പോൾ ഓട്ടോക്കാരനാണെങ്കിൽ ആകെ അന്തം വിട്ട് നിൽക്കുകയാണ്. എടി എന്നെ ഒന്ന് വിട്, ഞാൻ ഈ കാശൊന്ന് കൊടുക്കട്ടെ എന്ന് പറഞ്ഞ് അലീന അവളെ വിടുവിക്കുക കേട്ടോ. അങ്ങനെ ഓട്ടോക്കാരൻ കാശും വാങ്ങിച്ച് ചിരിച്ചുകൊണ്ട് പോകുന്നുണ്ട്. ആ സമയത്ത് ചേച്ചി എന്ന് പറഞ്ഞുകൊണ്ട് വീണ്ടും രേവതിക്കുട്ടി കെട്ടിപ്പിടിക്കുകയാണ്. ചേച്ചി ഇത് എന്താ ഇപ്പോൾ ഒരു സർപ്രൈസ് ആയിപ്പോയല്ലോ, ചേച്ചി പറഞ്ഞില്ലല്ലോ വരുന്നുണ്ടെന്നൊന്നും പറഞ്ഞില്ലല്ലോ, എന്താ ഇങ്ങനെയൊക്കെ സംഭവിച്ചതെന്നല്ല ഭയങ്കര ഒരുപാട് ചോദ്യങ്ങൾ ഇങ്ങനെ ചോദിച്ചുകൊണ്ട് നിൽക്കുമ്പോൾ, എടി ഒന്നും മിണ്ടാതിക്കടി, ഞാൻ നിന്നെ ഒന്ന് കാണട്ടെ, നിന്നെ ഒന്ന് ഞാൻ നോക്കട്ടെ എന്നൊക്കെ പറയാം, ഒന്ന് അടങ്ങ് നീ എന്നൊക്കെ പറയാണ് അലീന കേട്ടോ. എടി എനിക്ക് നിന്നെ കടിച്ച് തിന്നാൻ തോന്നുന്നു, എത്ര ദിവസമായി നിന്നെ കണ്ടിട്ട്, ഒരുപാട് നാളായില്ലേ നിന്നെ കണ്ടിട്ട്, എനിക്ക് നിന്നെ കടിച്ച് തിന്നാൻ തോന്നുന്നു എന്നൊക്കെ അലീനയും പറയുന്നുണ്ട് കേട്ടോ. ഭയങ്കര സ്നേഹപ്രകടനാണ്. ഇതൊക്കെ കണ്ടിട്ട് ഗ്രേസമ്മ ഇങ്ങനെ സന്തോഷത്തോടു കൂടിയിട്ട് ചിരിച്ചുകൊണ്ട് നിൽക്കുകയാണ്. ആ സമയത്ത് ഗ്രേസമ്മ പറയുന്നുണ്ട്, നീ ചേച്ചി അവിടെ തന്നെ നിർത്തിയിട്ട് സംസാരിച്ച് പറഞ്ഞയക്കാനാണോ തീരുമാനിച്ചേക്കുന്നത്, വീട്ടിലേക്ക് കൊണ്ടുവരുന്നില്ലേ എന്ന് ചോദിക്കുകയാണ് ഗ്രേസമ്മ കേട്ടോ. അപ്പോഴാണ് രേവതിക്കുട്ടി അക്കാര്യം ഓർക്കുന്നത്. സോറി ആൻറ്റി എന്ന് പറയണേ. അപ്പോൾ എന്നാൽ രണ്ടുപേരും കയറി വാ എന്ന് പറയുന്നുണ്ട്. അങ്ങനെ ഗ്രേസമ്മയുടെ അടുത്തേക്ക് ചെല്ലുകയാണ് അലീനയും രേവതിക്കുട്ടിയും കൂടെ. അപ്പോൾ ഗ്രേസമ്മ ചോദിക്കുന്നുണ്ട്, നീ എന്തോ ഒരു മുന്നറിയിപ്പും ഇല്ലാണ്ട് നീ പറഞ്ഞില്ലല്ലോ, ആകെ സർപ്രൈസ് ആയി പോയല്ലോ എന്നൊക്കെ പറയണേ. അത് ആൻറ്റി എനിക്ക് ഇവളെ കാണണമെന്ന് തോന്നി, കുറച്ച് ദിവസമായി ഞാൻ ഇങ്ങനെ കാണണമെന്ന് ആഗ്രഹിച്ചിരിക്കുന്നു എന്ന് പറയണം. നിൻ്റെ ഫോണിലേക്ക് വിളിച്ചിട്ടാണെങ്കിൽ കിട്ടുന്നില്ല എന്ന് പറയുമ്പോൾ അതൊരു പഴയ ഫോണാണ് ആൻറ്റി, മിക്ക സമയത്തും അത് സ്വിച്ച് ഓഫ് ആയിരിക്കും, അത് എപ്പോഴും കംപ്ലൈൻ്റ് ആണ് എന്നൊക്കെ ഗ്രേസമ്മ പറയണം. ഇവിടെ നിന്നെ വിളിച്ചിട്ട് കിട്ടാഞ്ഞിട്ട് ഭയങ്കര പുകിലായിരുന്നു, ഇവിടെ കിടന്ന് കാണിച്ചത് ചേച്ചി വിളിച്ചിട്ട് കിട്ടുന്നില്ല, ഫോൺ ഓഫായോ കിട്ടത്തില്ല എന്നുള്ള സംശയങ്ങളൊക്കെ ആയിരുന്നു എന്നൊക്കെ പറയുമ്പോൾ ഈ പെണ്ണിൻ്റെ ഒരു കാര്യം എന്ന് പറഞ്ഞ് അലീന രേവതിക്കുട്ടി അങ്ങനെ ചേർത്ത് പിടിക്കുകയാണേ. അങ്ങനെ വാ, രണ്ടുപേരും കൂടെ അകത്തേക്ക് വാ എന്ന് പറയുന്നുണ്ട്. അങ്ങനെ ഗ്രേസമ്മ അലീനയും രേവതിക്കുട്ടിയും വിളിച്ചുകൊണ്ട് അകത്തേക്ക് പോകുന്ന ആ സമയത്ത് മാമച്ചാൻ ഇറങ്ങി വരുന്നുണ്ട് കേട്ടോ. അപ്പോൾ ആരിത് അലീനയോ, അന്ന് പോയിട്ട് പിന്നെ ഇങ്ങോട്ടൊക്കെ കണ്ടില്ലല്ലോ, ഇതൊരു സർപ്രൈസ് ആയി പോയല്ലോ എന്നൊക്കെ മാമച്ചാനും പറയുന്നുണ്ട്. ആ അങ്കിൾ, എനിക്ക് ഇപ്പോഴാണ് വരാൻ പറ്റിയത്, അവിടുന്ന് ലീവ് കിട്ടണ്ടേ എന്നൊക്കെ പറയണേ. അപ്പോൾ രേവതിക്കുട്ടിയാണെങ്കിൽ ഭയങ്കര സന്തോഷത്തിൽ ഇങ്ങനെ ത്രില്ലടിച്ച് നിൽക്കുകയാണ്. ആ സമയത്ത് ഗ്രേസമ്മ പറയുന്നുണ്ട്, ഇതേ അവളുടെ ഒരു ചാട്ടം കണ്ടോ, ചേച്ചിയെ കണ്ടപ്പോൾ അവളെ ഭയങ്കര തുള്ളൽ കൂടുതൽ, ഇപ്പം നമ്മളെയൊന്നും വേണ്ട, അവൾക്ക് ചേച്ചി മാത്രം മതി എന്ന് പറയണേ. രേവതിക്കുട്ടി പറയുന്നുണ്ട്, അങ്ങനെയല്ല ആൻറ്റി, എൻ്റെ ചേച്ചി കുറേ നാളായാലും ഞാൻ കണ്ടിട്ട് എന്നൊക്കെ പറയണേ. എന്നിട്ട് നീ അവിടെ തന്നെ നിന്ന് സംസാരിക്കായിരുന്നില്ല, ഇങ്ങോട്ട് കൂട്ടിക്കൊണ്ടുവരുന്നുണ്ടായില്ല, എന്തെങ്കിലും കുടിക്കാനൊക്കെ കൊടുക്കേണ്ട, ഇത്രയും ദൂരത്ത് യാത്ര ചെയ്ത് വന്നതല്ലേ എന്നൊക്കെ ചോദിക്കുകയാണ്. അപ്പം മാമച്ചായൻ ചോദിക്കുന്നുണ്ട്, എങ്ങനെയാണ് വന്നതെന്നൊക്കെ ചോദിക്കുകയാണേ. ഞാൻ ട്രെയിനിന് വന്നിട്ട് പിന്നെ അവിടെ നിന്ന് ഇങ്ങോട്ട് ഓട്ടോ വിളിച്ചതാണ് അങ്കിൾ എന്ന് പറയാണ് അലീന. അപ്പോൾ മാമച്ചായൻ പറയുന്നുണ്ട്, ഇവളുണ്ടല്ലോ, ഇവളെ ഒരു എന്താ പറയുക കില്ലാടിയാണ്, ഇവളെ ശരിക്കും അലീനയ്ക്ക് അറിയില്ല അല്ലേ, ഇവൾ ഭയങ്കര സാധനമാണ്, ഞങ്ങളിവിടെ ശ്വാസം വിടാൻ പോലും അനുവദിക്കത്തില്ല, ഞങ്ങളൊന്ന് ശ്വാസം വലിക്കണമെങ്കിൽ ഇവളുടെ അനുവാദം വേണം, അങ്ങനത്തെ സാധനമാണ് എന്നൊക്കെ പറയട്ടോ. അപ്പോൾ രേവതിക്കുട്ടി ഇങ്ങനെ സംശയത്തോടെ നോക്കുകയാണ് അലീന. അപ്പോൾ രേവതിക്കുട്ടി കണ്ണുകൊണ്ട് കാണിച്ചു കൊടുക്കണേ, അതൊന്നും കുഴപ്പമില്ല, അങ്കിൾ അങ്ങനെ പലതും പറയുമെന്നുള്ള രീതിയിൽ ഇങ്ങനെ പറയണം. എന്തായാലും ചേച്ചി വാ, നമുക്ക് ഫ്രഷ് ആവാൻ, എന്നിട്ട് ഭക്ഷണം കഴിക്കാം എന്നൊക്കെ പറയണം. അപ്പോൾ ഗ്രേസമ്മ പറയുന്നുണ്ട്, നീ പോയി റൂമിലേക്ക് കൊണ്ടുപോയി, എന്നിട്ട് ഫ്രഷ് ആയതിനു ശേഷം ഭക്ഷണം കഴിക്കാൻ വാ എന്ന് പറയാണ് ഗ്രേസമ്മ. അപ്പോഴാണ് രേവതിക്കുട്ടി അലീനയെ വിളിച്ചുകൊണ്ട് റൂമിലേക്ക് പോകുന്നത്.
അപ്പോൾ ഗ്രേസമ്മ വീണ്ടും മാമച്ചായനോട് പറയുന്നുണ്ട്, ദേ അവളുടെ ചേച്ചി വന്നപ്പോൾ അവളുടെ ഒരു തുള്ളൽ കണ്ടോ, ഭയങ്കര സന്തോഷമായി പെണ്ണിനെ എന്നൊക്കെ പറയണേ. അവരൊരുമിച്ച് ഇത്രയും നാളും ജീവിച്ചതല്ലേ, അതിൻ്റെ ഒരു അങ്ങനെ പിരിഞ്ഞിരുന്നിട്ടില്ല, അതൊക്കെ ഉണ്ടാകും എന്ന് പറയണം മാമച്ചായൻ. അങ്ങനെ റൂമിലേക്ക് കൂട്ടിക്കൊണ്ടു പോവാ കേട്ടോ അലീനയെ. അപ്പോൾ റൂമിലെത്തിയിട്ടാണെങ്കിൽ ഭയങ്കര സന്തോഷമാണ്. ചേച്ചി പറ, എന്തൊക്കെയാണ് വിശേഷം ചേച്ചി, എത്രയോ നാളായി കണ്ടിട്ട്, ഇങ്ങനെ നമ്മൾ പിരിഞ്ഞിരുന്നിട്ടേ ഇല്ലല്ലോ എന്നൊക്കെ പറഞ്ഞ് വീണ്ടും രേവതിക്കുട്ടി ഇങ്ങനെ സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ രേവതി ചോദിക്കുന്നുണ്ട്, ചേച്ചിക്ക് എന്താ വേണ്ടത് കുടിക്കാൻ, സ്പെഷ്യലായിട്ട് എന്തെങ്കിലും വേണോ, സ്പെഷ്യലായിട്ട് എന്തെങ്കിലുമൊക്കെ എടുക്കണമെന്നൊക്കെ ചോദിക്കുകയാണ്. രേവതിക്കുട്ടിക്കാണെങ്കിൽ അലീനയെ ഇങ്ങനെ സൽക്കരിക്കാൻ ഇങ്ങനെ ഭയങ്കര ത്രില്ലിങ്ങിൽ നിൽക്കുകയാണ്. അപ്പോൾ എന്തൊക്കെയാണ് ഇപ്പോൾ ചേച്ചിക്ക് ചെയ്തു കൊടുക്കേണ്ടത് എന്നുള്ളൊരു രീതിയിലാണ് രേവതിക്കുട്ടി നിൽക്കുന്നത്. അപ്പോൾ അലീന പറയുന്നുണ്ട്, എനിക്കൊന്നും വേണ്ട, ഇവിടെ എന്താണോ ഉള്ളത് അത് മാത്രം മതി, എനിക്ക് നിന്നേക്കാൾ കൂടുതലായിട്ട് വേറെ സ്പെഷ്യലൊന്നുമില്ല, നീയല്ലേ ഇവിടുത്തെ ഏറ്റവും വലിയ എൻ്റെ സ്പെഷ്യൽ, നിന്നെ കാണാനല്ലേടി ഞാൻ വന്നേക്കുന്നത് ഇത്രയും ദൂരത്ത് നിന്ന്, അപ്പോൾ നീയല്ലാതെ വേറെ എന്ത് സ്പെഷ്യലാണ് എനിക്കുള്ളത് എന്നൊക്കെ പറയണം. അതിനുശേഷം അലീന ഒരു കവർ എടുത്തിട്ട് രേവതിക്കുട്ടിക്ക് കൊടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ രേവതിക്കുട്ടി ഇത് എന്താ ചോദിക്കുമ്പോൾ ഇതെൻ്റെ ഒരു കുഞ്ഞു സമ്മാനമാണെന്ന് പറഞ്ഞ് കൊടുക്കുകയാണ്. അപ്പോൾ രേവതിക്കുട്ടി അത് തുറന്നു നോക്കുമ്പോൾ അതിലൊരു ചുരിദാറായിരുന്നു കേട്ടോ. അപ്പോൾ അലീന പറയുന്നുണ്ട്, അത് അത്ര വില പിടിച്ചതൊന്നുമല്ല, ഒരു ചെറിയൊരു കടയിൽ കയറിയിട്ട് എന്നെക്കൊണ്ട് വാങ്ങാൻ പറ്റാവുന്നത് ഞാൻ വാങ്ങിച്ചതാണ് എന്ന് പറയുമ്പോൾ, വിലയിലൊന്നുമല്ലല്ലോ ചേച്ചി കാര്യം, എൻ്റെ ചേച്ചി വാങ്ങിത്തരുന്നതല്ലേ ഈ ലോകത്ത് വെച്ചിട്ട് എനിക്ക് ഏറ്റവും വിലപിടിപ്പുള്ളത് എന്ന് പറഞ്ഞിട്ട് അലീനയെ കെട്ടിപ്പിടിച്ച് ഉമ്മ വെക്കുക കേട്ടോ രേവതിക്കുട്ടി. അവർ രണ്ടുപേരും കൂടെ ഭയങ്കര പ്രകടനമല്ല, സ്നേഹം പങ്കുവെക്കലാണ്, ഭയങ്കര സ്നേഹമാണ് കേട്ടോ. അങ്ങനെ സംസാരിച്ചുകൊണ്ടിരിക്കുന്ന സമയത്താണ് ഗ്രേസമ്മ താഴേന്ന് വിളിക്കുന്നുണ്ട്, നീ എവിടെയാണ് രേവതിക്കുട്ടി, അലീന ഇങ്ങോട്ടേ വന്ന് ഭക്ഷണം കഴിക്കേണ്ടതെന്ന് പറഞ്ഞിട്ട് വിളിക്കുകയാണ്. അങ്ങനെ രേവതിക്കുട്ടിയും അലീനയും കൂടെ താഴേക്ക് ഭക്ഷണം കഴിക്കാനായിട്ട് ചെല്ലുകയാണ്. ആ സമയത്ത് രേവതിക്കുട്ടി പറയുന്നത്, വാ ചേച്ചി ഭക്ഷണം കഴിക്കാൻ പോകും, അതിനുശേഷം എനിക്ക് ഒരുപാട് കാര്യങ്ങൾ പറയാനുണ്ട്, ചേച്ചിയുടെ ഒരുപാട് വിശേഷങ്ങൾ ചോദിക്കാനൊക്കെ ഉണ്ട് എന്ന് പറയണേ. അങ്ങനെ രണ്ടുപേരും കൂടെ ഭക്ഷണം കഴിക്കാനായിട്ട് താഴേക്ക് ഇറങ്ങി ചെല്ലുകയാണ്. അങ്ങനെ രേവതിക്കുട്ടി എല്ലാവർക്കും ഭക്ഷണമൊക്കെ വിളമ്പി കൊടുക്കുന്നുണ്ട്. ചോറൊക്കെ ടേബിളിൽ കൊണ്ടുവന്ന് വെച്ചിട്ടുണ്ട്. അങ്ങനെ അലീനയ്ക്ക് ചോറൊക്കെ വിളമ്പി കൊടുത്തു. അതേസമയം മാമച്ചായൻ അവിടെ ഇരുന്നിട്ട് തൻ്റെ പ്ലേറ്റിലേക്ക് ചോറ് വിളമ്പിയേക്കട്ടെ. അപ്പം രേവതിക്കുട്ടി വന്ന് ദേഷ്യപ്പെടുകയാണ്, അങ്കിളിനോട് ആരാ ചോറ് വിളമ്പാൻ പറഞ്ഞു എന്ന് പറഞ്ഞിട്ട് ആ പ്ലേറ്റ് മാറ്റിയിട്ട് ഇതല്ല ഇതാണെന്ന് പറഞ്ഞിട്ട് വേറൊരു പ്ലേറ്റ് കൊടുക്കണം. അതിൽ ഫുള്ള് സാലഡായിരുന്നു കേട്ടോ, വെജിറ്റബിൾ സാലഡായിരുന്നു. അത് കണ്ടപ്പം മാമച്ചായൻ്റെ മുഖം മാറുന്നുണ്ട്. ഗ്രേസമ്മയ്ക്ക് അതുപോലെ തന്നെ ഫുഡ് വളരെ കുറച്ചാണ് എടുത്ത് കൊടുക്കുന്നത് കേട്ടോ. അപ്പോൾ ഗ്രേസമ്മ ആകെ വിഷമിച്ച് ഇങ്ങനെ രേവതിക്കുട്ടീനെ നോക്കുന്നുണ്ട്, അലീനയും നോക്കുന്നുണ്ട്. അപ്പോൾ ആ സമയത്ത് മാമച്ചായൻ പറയുന്നുണ്ട്, കണ്ടോ ഇതാണ് ഇവളുടെ സ്വഭാവം, എവിടുന്ന് കിട്ടി നിങ്ങൾക്ക് ഇതിനെ എന്ന് ചോദിക്കുകയാണ്. അത് കേട്ടപ്പോൾ അലീനയ്ക്ക് ആകെ വിഷമാവുകയാണ്. അലീന നോക്കുമ്പോൾ രേവതിക്കുട്ടി ഇവർക്ക് ഭക്ഷണം കൊടുക്കുന്നില്ല, ഭക്ഷണം കഴിക്കാൻ സമ്മതിക്കുന്നില്ല. അത് പറയുമ്പോൾ അലീന ഇങ്ങനെ ആകെ വിഷമിച്ച് നോക്കുമ്പോൾ രേവതിക്കുട്ടി പറയുന്നുണ്ട്, മര്യാദക്ക് ഞാൻ തരുന്ന ഭക്ഷണം ഇരുന്ന് കഴിച്ചാൽ മതി, അല്ലെങ്കിൽ എൻ്റെ കയ്യിൽ നിന്ന് വാങ്ങിക്കൂട്ട അങ്ങളെ, വേണമെങ്കിൽ അത് കഴിച്ചിട്ട് എഴുന്നേറ്റ് പോകാൻ നോക്ക് എന്നൊക്കെ പറയുമ്പോൾ അലീനയാണെങ്കിൽ ആകെ അമ്പരന്ന് നിൽക്കട്ടോ, എന്താ രേവതിക്കുട്ടി ഇങ്ങനെയൊക്കെ പറയണേ എന്ന് ഓർത്തിട്ട് അലീനയ്ക്ക് ഒന്നും മനസ്സിലാവുന്നില്ല. അങ്ങനെ അപ്പോൾ ഗ്രേസമ്മയും പറയുന്നുണ്ട്, കണ്ടോ ഞങ്ങൾക്ക് മര്യാദക്ക് ഭക്ഷണം തരുന്നില്ല, നേരത്തെ എന്തോരം നല്ല രീതിയിൽ ഭക്ഷണം കഴിച്ചുകൊണ്ടിരുന്നതാണ് ഞങ്ങൾ രണ്ടുപേരും എന്ന് ഗ്രേസമ്മയും പറയാട്ടോ. മാമച്ചായൻ പറയുന്നുണ്ട്, വായക്ക് രുചിയായിട്ട് എന്തെങ്കിലും ഒന്ന് കഴിച്ചിട്ട് എത്ര നാളായെന്നറിയാമോ, ഇച്ചിരി പൊരിച്ചതും ഒക്കെ ഒന്ന് കഴിക്കണം എന്നൊക്കെ ഉണ്ട്, ചിക്കനൊക്കെ കഴിക്കണമെന്നുണ്ട്, ബീഫും ഒക്കെ കഴിക്കണമെന്നുണ്ട്. പക്ഷേ ഇവളതൊന്നും തൊടാൻ സമ്മതിക്കത്തില്ല, ഇവളതൊക്കെ വാരി വലിച്ച് കഴിക്കൂട്ടോ, ഇവൾക്ക് വേണ്ടതൊക്കെ ഗ്രേസമ്മയെ കൊണ്ട് ഓർഡർ ചെയ്യിപ്പിച്ച്, നിങ്ങൾ ചിക്കൻ ബിരിയാണിയുടെ തട്ടലാണ് ഇവള് ചിക്കൻ ബിരിയാണി എന്നൊക്കെ മാമച്ചായൻ പറയുമ്പോൾ അലീന ആകെ അതിശയിച്ചിട്ട് രേവതിക്കുട്ടിയെ നോക്കട്ടോ. അപ്പോൾ രേവതിക്കുട്ടിയാണെങ്കിൽ അങ്കിളെ മിണ്ടാതിരുന്ന് കഴിച്ചോ എന്നുള്ളൊരു ഭാവത്തിൽ മാമച്ചായനെ നോക്കുന്നുണ്ട്. എന്നിട്ട് അലീനയെ നോക്കിയിട്ട് കണ്ണിറുക്കി കാണിക്കാട്ടോ, ചേച്ചി കഴിക്കുക എന്ന് പറയുന്നുണ്ട്. അപ്പം ഗ്രേസമ്മ ഇങ്ങനെ നോക്കിയിരിക്കുമ്പോൾ, ആൻറ്റി എന്താ കഴിക്കുന്നില്ലേ, അത് കഴിക്കുക, അത്ര കഴിച്ചാൽ മതി, ഇനി വേണമെങ്കിൽ കുറച്ച് വെജിറ്റബിൾ സാലഡ് കൂടി കഴിച്ചോ എന്ന് പറയണം. അപ്പോൾ ഗ്രേസമ്മയും ആകെ വിഷമിച്ച് ഇങ്ങനെ ഇരിക്കുകയാണ്. അങ്ങനെ ഭക്ഷണമൊക്കെ കഴിച്ചിട്ട് അലീനയും രേവതിക്കുട്ടിയും കൂടെ കേട്ടോ ടേബിൾ വന്ന് പാത്രങ്ങളൊക്കെ എടുത്ത് കിച്ചണിലേക്ക് കൊണ്ടുപോയി വെക്കുന്നതും കഴുകാനൊക്കെ നിൽക്കുന്നത്. ആ സമയത്ത് അലീന ചോദിക്കുന്നുണ്ട്, നീ എന്താ മോളെ അവരോട് ഇങ്ങനെ പെരുമാറുന്നത്, അവരിവിടുത്തെ നിന്നെ ഇവിടെ ജോലിക്ക് വെച്ചേക്കുന്നതല്ലേ, നീ അവരോട് പെരുമാറുന്നത് കണ്ടാൽ ഇത് നിൻ്റെ വീടും അവരിവിടുത്തെ സെർവൻസും ആണെന്ന് തോന്നുമല്ലോ, എന്താ നീ അവരോട് ഇങ്ങനെ പെരുമാറുന്നത്, അങ്ങനെയൊന്നും പെരുമാറരുത് എന്നൊക്കെ പറയുമ്പോൾ, ചേച്ചി ഇത് കണ്ടിട്ടൊന്നും ടെൻഷൻ ആവണ്ട, ഇവിടെ ഇപ്പം ഭരണം എനിക്കാണ് എന്ന് പറയണം. എന്താ മോളെ നീ പറയുന്നതെന്ന് ചോദിക്കുമ്പോൾ
എന്താ മോളെ നീ പറയുന്നതെന്ന് ചോദിക്കുന്നുണ്ടോ അലീന. അതേ ചേച്ചി, ഇവർ പാവങ്ങളാ ചേച്ചി, ഇവരോട് ഇങ്ങനെ പെരുമാറിയെന്നോർത്ത് ചേച്ചി വിഷമിക്കൊന്നും വേണ്ട. കാരണം ഇവരോട് ഇങ്ങനെ തന്നെ പെരുമാറണം. ഇവർ ഭക്ഷണമൊക്കെ കഴിച്ച് ഭയങ്കര കൊളസ്ട്രോളും ഷുഗറും ഒക്കെയാണ്. കഴിഞ്ഞ പ്രാവശ്യം ഡോക്ടറെ അടുത്ത് പോയപ്പോൾ എന്നോട് ഡോക്ടർ പറഞ്ഞതൊന്ന് ശ്രദ്ധിച്ചോളണമെന്നാണ്. അപ്പോൾ അതിനനുസരിച്ചുള്ള ഭക്ഷണ ക്രമീകരണമാണ് ഞാൻ വരുത്തിയേക്കുന്നത്. അതുകൊണ്ട് ആ രീതിയിലാണ് ഞാൻ കൊടുക്കുന്നത്. അത് അവർക്ക് അറിയാൻ ചേച്ചി, അല്ലാതെ അവർക്ക് എന്നോട് ദേഷ്യമൊന്നുമില്ല, അവർക്ക് എന്നോട് സ്നേഹം മാത്രമേ തന്നെയുള്ളൂ എന്നൊക്കെ പറയാണ് രേവതിക്കുട്ടി. അത് കേട്ടിട്ട് എനിക്ക് ഭയങ്കര സന്തോഷമാകുന്നുണ്ട്. എന്നാലും മോളെ അവരങ്ങനെ കഴിക്കാതിരുന്നപ്പോൾ എനിക്ക് ഭയങ്കര വിഷമമൊക്കെ ആയി എന്നൊക്കെ പറയണം അലീന. ചേച്ചി ഇതൊന്ന് കണ്ട് വിഷമിക്കേണ്ട കാര്യമില്ല, ഇവിടുത്തെ സ്ഥിരം പതിവ് തന്നെയാണ്. അവർ പാവങ്ങളാ ചേച്ചി, അവർക്ക് വേണ്ടിയിട്ടാണ് ഞാൻ ഇങ്ങനെയൊക്കെ ചെയ്യുന്നത്. ഡോക്ടർ പറഞ്ഞതാണ് എന്നോട് പ്രത്യേകം എന്നൊക്കെ പറയാണ്. അങ്ങനെ അതിനുശേഷം വീണ്ടും അവർ റൂമിലേക്ക് തന്നെ ചെല്ലുന്നുണ്ട് കേട്ടോ. ചേച്ചി പോയി ഫ്രഷ് ആവ് എന്നൊക്കെ പറഞ്ഞിട്ട് അലീനയെ ഫ്രഷ് ആവാനായിട്ട് പറഞ്ഞയക്കുകയാണ്. ആ സമയത്ത് അലീനയ്ക്കൊരു ഫോൺ വരുന്നുണ്ട്. അലീന പറയുന്നുണ്ട്, ഞാനേ സാറിനൊന്ന് വിളിച്ച് പറയട്ടെ, ഇവിടെ എത്തി എന്നുള്ളത് സാറിനെ വിളിച്ച് പറയട്ടെ എന്ന് പറഞ്ഞിട്ട് ഫോൺ എടുത്തുകൊണ്ട് അങ്ങോട്ട് പോവാണ്. അപ്പോൾ ഫോൺ എടുത്തിട്ട് ബാലചന്ദ്രനെ വിളിച്ച് പറയുന്നുണ്ട്, ഹലോ സാർ, ഞാൻ രേവതിക്കുട്ടിയുടെ വീട്ടിലെത്തി എന്നുള്ള വിവരം അറിയിക്കുകയാണ്. അപ്പോൾ ബാലചന്ദ്രൻ, യാത്രയൊക്കെ സുഖമായിരുന്നോ, കുഴപ്പമൊന്നും ഉണ്ടായില്ലല്ലോ എന്ന് ചോദിക്കുമ്പോൾ ഒരു കുഴപ്പമുണ്ടായില്ല സാർ, ഒരു കുഴപ്പമുണ്ടായില്ല, സുഖമായിട്ട് ഇവിടെ എത്തിയെന്ന് പറയണം. അപ്പോൾ ബാലചന്ദ്രൻ, അന്ന് ശരി, നാളെ വരില്ലേന്ന് ചോദിക്കുമ്പോൾ ഞാൻ നാളെ വൈകിട്ട് എത്തും സാർ എന്ന് പറയണം. അങ്ങനെ അലീന തിരിച്ച് റൂമിലേക്ക് വന്ന് നോക്കുന്ന സമയത്ത് കാണുന്നത് രേവതിക്കുട്ടി അതിന് മുന്നേ അലീന കൊണ്ടുവന്ന ചുരിദാർ എടുത്ത് ഇങ്ങനെ മേലിങ്ങനെ വെച്ച് നോക്കുന്നുണ്ട് കേട്ടോ. നല്ല ഇഷ്ടപ്പെട്ടിട്ടുണ്ട്. അങ്ങനെ അവൾ ആ ചുരിദാർ മേൽ വെച്ച് നോക്കിയിട്ട് ആ ചുരിദാർ അവൾ ധരിച്ചു കേട്ടോ. അങ്ങനെ അലീന വന്ന് നോക്കുമ്പോൾ കാണുന്നത് ആ ചുരിദാറും ഇട്ടുകൊണ്ട് ഡാൻസ് കളിക്കുന്ന രേവതിക്കുട്ടീനെയാണ്. അപ്പോൾ അലീന ഇങ്ങനെ കളിയാക്കുന്നത്, നീ എന്തേ കാണിക്കുന്നതെന്ന് ചോദിക്കുമ്പോൾ, ചേച്ചി എനിക്ക് ഈ ചുരിദാർ ഒരുപാട് ഇഷ്ടമായി, ചേച്ചിക്ക് നല്ല സെലക്ഷൻ ഉണ്ട്, അതൊക്കെ എനിക്കറിയാം, എന്നാലും ഇതെനിക്ക് ഒരുപാട് ഇഷ്ടമായി, നല്ല ഭംഗിയുണ്ട്, എനിക്ക് നന്നായിട്ട് മാച്ച് ആവുന്നുണ്ട് അല്ലേ ചേച്ചി എന്ന് ചോദിക്കുമ്പോൾ, നീ സുന്ദരി കുട്ടിയല്ലേ ഇടി, നിനക്ക് എന്താണ് മാച്ച് ആവാത്തത് എന്ന് ചോദിക്കുകയാണ് അലീന. അപ്പോൾ ചേച്ചി, ഇനി ചേച്ചിയുടെ വിശേഷങ്ങൾ പറ, അവിടുത്തെ വിശേഷങ്ങൾ എന്തൊക്കെയാണ് ചേച്ചി, ചേച്ചിയുടെ അമ്മയെ കണ്ടോ എന്നൊക്കെ ചോദിക്കുമ്പോൾ, ഒക്കെ പറയാം മോളെ, ഞാൻ ആദ്യം ഒന്ന് ഫ്രഷ് ആവട്ടെ എന്ന് പറഞ്ഞിട്ട് രേവതി അവിടെ നിർത്തിയിട്ട് അലീന കുളിക്കാനൊക്കെ ആയിട്ട് പോവാണ്.